പരിശുദ്ധ ബൈബിളിൽ വളരെ ഗൗരവതയോടുകൂടെ പറയുന്ന ഒരു കാര്യമാണ് മഹോദ്രവകാലം എന്ന സത്യം. ഈ ഭൂമിയിൽ ജീവിക്കുന്ന പരിശുദ്ധ ദൈവമക്കളെ ഇവിടെ നിന്ന് എടുക്കപ്പെട്ട് കഴിയുമ്പോൾ ഇവിടെ 7 വർഷത്തെ മഹോദ്രവകാലം ആരംഭിക്കും. ആന്റി ക്രൈസ്റ്റ് ഇവിടെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും പൂർണ്ണ പിന്തുണയോടുകൂടെ ഭരണം ആരംഭിക്കുകയും വളരെ നിയമവിരുദ്ധമായി ന്യായരഹിതമായി ക്രൂരമായ ഒരു ഭരണമായിരിക്കും എതിർ ക്രിസ്തുവിടെ കാഴ്ചവെക്കുന്നത്. ഈ സമയത്തിൽ മനുഷ്യൻ മരണം അന്വേഷിക്കും, എന്നാൽ മരണം അവരെ വിട്ടുപോകും എന്നാണ് തിരുഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത്. ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകുമെന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. ഇവിടുന്ന് മനുഷ്യൻ ബഹിരാകാശത്തിൽ അയച്ചിരിക്കുന്ന ഉപഗ്രഹങ്ങൾ അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഭൂമിയിലേക്ക് അത് കടന്നു വരും. അങ്ങനെ ഇന്റർനെറ്റ് ലഭിക്കാതെ വരും. അതേപോലെ നമ്മുടെ സാറ്റലൈറ്റുകളും റഡാറുകളും അതേപോലെ മൊബൈൽ ഫോണും നമ്മുടെ ടെലിവിഷനൊക്കെ പ്രവർത്തിക്കാതെ വരികയും ഈ ഭൂമിയിൽ മഴ നഷ്ടപ്പെട്ട് ജലസ്രോതസ്സുകൾ എല്ലാം വറ്റി വരണ്ടു പോകുന്നത് കൊണ്ട് ജലവൈദ്യുത പദ്ധതികളൊക്കെ അത് അവതാളത്തിലാകും, കറണ്ട് കിട്ടാതെയാകും. ഇവിടെ മഴ ലഭിക്കാതെ വരുന്നത് കൊണ്ട് വളരെ ജലക്ഷാമം നേരിടുകയും ജനത്തിന് വെള്ളത്തിന് വേണ്ടി വളരെയേറെ തമ്മിൽ തല്ലുകയും എത്ര വില കൊടുത്താലും ലഭിക്കാൻ കഴിയാത്ത വിധത്തിൽ ദാഹം കൊണ്ട് മനുഷ്യർ വെള്ളത്തിനായി അലയുന്ന ഒരു കാലഘട്ടമായിരിക്കും. കുളിക്കാൻ ജലമില്ലാതെ ശരീരത്തിൽ ചൂടുകുരു തുടങ്ങിയ ത്വക്ക് രോഗങ്ങൾ ഉണ്ടാകുകയും വചനത്തിൽ എഴുതിയിരിക്കുന്ന പരുക്കളാൽ ബാധിക്കുമെന്ന്. ഇവിടെ ശരീരം മുഴുവനായി ദുർഗന്ധ വമിക്കുകയും അതുപോലെ നായീച്ചകളും മറ്റ് കൃമികളുടെയും അണുക്കളുടെയും ബാധ നിമിത്തം ശരീരത്തിൽ ചൊറിച്ചിലും ദുർവ്രണങ്ങൾ ബാധിച്ച് വളരെയേറെ കഷ്ടപ്പെടേണ്ടി വരുമെന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ശരീരത്തിൽ മാരക രോഗങ്ങൾ ഉണ്ടായി ശരീര അവയവങ്ങൾ അഴുകി വീഴുമെന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. അതുപോലെ ഭൂമിയിൽ തന്നെ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകും, സുനാമികൾ വർദ്ധിക്കുവാനിടയിൽ തീരും, സമുദ്രത്തിൽ മത്സ്യം കിട്ടാതെ വരും, വളരെ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപോകുവാനിടയിൽ തീരും. ഭൂമിയിൽ നിന്ന് വിഷദ്രാവകങ്ങൾ അതേപോലെ ബഹിരാകാശത്തിലേക്ക് പറഞ്ഞയച്ച ഉപഗ്രഹങ്ങൾ ഒക്കെ കടലിൽ പതിക്കുന്നത് മുഖാന്തരം ജലം വളരെയേറെ വിഷം നിറഞ്ഞതായി മാറുകയും മത്സ്യസമ്പത്ത് നഷ്ടപ്പെടുകയും ചെയ്യും. മഴ ലഭിക്കാതെ വരുന്നത് കൊണ്ട് കൃഷികളൊക്കെ നശിച്ച് അതെല്ലാം ആഹാരം ലഭിക്കാതെ വലിയ ഭക്ഷ്യക്ഷാമം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും. വചനത്തിൽ എഴുതിയിരിക്കുന്നു, രാജ്യത്തിന്റെ തൂണുകളായിരിക്കുന്നവർ കൊല്ലപ്പെടും. ഈ ഭൂമിയിൽ അവിടവിടങ്ങളായി യുദ്ധവും ക്ഷാമവും അതേപോലെ ഇന്ന് വരെ ലോകത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത ഭൂകമ്പങ്ങളും ഉണ്ടാകുവാനിടയിൽ തീരും. മനുഷ്യർ തമ്മിൽ തല്ലുകയും പുരുഷന്മാർ കൊല്ലപ്പെടുകയും ചെയ്യും. 7 സ്ത്രീകൾ ചേർന്ന് ഒരു പുരുഷനെ ഭർത്താവായി സ്വീകരിക്കുമെന്നാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ മനുഷ്യന് സമാധാനമില്ലാതെ പൊട്ടാസ്യം സയനൈഡ് പോലും കഴിച്ചാൽ മരണം കിട്ടാതെ ആയിരിക്കേണ്ടതായി വരുന്നതായ കാലം. അന്ന് ഭവനങ്ങളിൽ സ്വസ്ഥതയോടെ പാർക്കാൻ കഴിയുകയില്ല. ഭവനത്തിനകത്ത് കാട്ടു മൃഗങ്ങളെല്ലാം കടന്നു വന്ന് മനുഷ്യന്റെ സ്വൈരത കെടുത്തുന്ന ഒരു കാലഘട്ടം. കാടുകളെല്ലാം കത്തിക്കരിഞ്ഞു പോകുവാനിടയിൽ തീരും. ഭക്ഷണമില്ലാതെ മനുഷ്യ ശരീരത്തെ ഭക്ഷണമാക്കേണ്ടി വരുന്നതായ കാലം. അതേപോലെ മാർക്കറ്റുകളിൽ രക്തവും മനുഷ്യദേഹവും വിൽപ്പന ചരക്കായി മാറുമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ഇവിടെ അതിക്രൂരനായ രാജാവാണ് ഭരിക്കുന്നത്. ന്യായവും നീതിയും ഇവിടെ എടുത്തു മാറ്റപ്പെടും.
അവിടെ എവിടങ്ങളായി ഇവിടെ ഭരിക്കുന്ന രാജാവിൻ്റെ പ്രതിമകൾ അത് ആ റോബോട്ടുകളെ സ്ഥാപിക്കുകയും രാവിലെ തന്നെ എഴുന്നേറ്റ് ആ പ്രതിമയെ നമസ്കരിക്കേണ്ടി വരും. മൈക്രോചിപ്പ് കയ്യിലും നെറ്റിമേലോ ധരിക്കേണ്ടി വരും. കുറ്റവാളികൾ നെറ്റിമേൽ ധരിക്കേണ്ടി വരും. അതുപോലെ മറ്റ് ജനങ്ങൾ ജീവിതത്തിൽ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യണമെങ്കിൽ കയ്യിൽ മൈക്രോചിപ്പ് ധരിക്കേണ്ടി വരും. ആന്റിക്രൈസ്റ്റിന്റെ മുദ്രയായ 666 എന്ന നമ്പർ സ്വീകരിക്കാത്ത ആർക്കും ഇവിടെ ഭൂമിയിൽ ജീവിക്കാനായി കഴിയുകയില്ല. ആ വിധത്തിൽ നിയമം കർശനമാക്കുവാനിടയിത്തീരും. ഒരിക്കലും ഒരു സ്വസ്ഥതയോടും സന്തോഷത്തോടും ജീവിക്കാൻ പറ്റാതെ ഈ ഭൂമി ആയിത്തീരുവാനിടയിത്തീരും. സമുദ്രത്തിൽ തീ ആളിക്കത്തും. ഇവിടെ ഭൂകമ്പത്താലും ബോംബ് സ്ഫോടനങ്ങളാലും അഗ്നിബാധകളാലും അന്തരീക്ഷമെല്ലാം പുക കൊണ്ട് നിറയും. ബൈബിളിൽ എഴുതിയിരിക്കുന്നു, നട്ടുച്ചയ്ക്ക് പോലും സൂര്യനെ കാണാതെ ഇരുട്ടായി മാറുവാനിടയായിത്തീരും. എങ്ങും ഭീതിയും നിലവിളിയും രക്തച്ചൊരിച്ചിലും നിത്യസംഭവമായി മാറും. ആഹാരം കഴിക്കാൻ ലഭിക്കാതെ, സ്വസ്ഥതയില്ലാതെ, മറ്റുള്ളവരുടെ കള്ളന്മാരുടെയും ഭീകരന്മാരുടെയും ഉപദ്രവത്താലും ഒക്കെ ഭവനത്തിൽ കിടന്നുറങ്ങാൻ പറ്റാതെ കാടുകളിലും മറ്റ് പാറകൾ പിളർപ്പുകളിലൊക്കെ ചെന്ന് അഭയം പ്രാപിക്കേണ്ടതായി വരുമെന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നു. ആർക്കും സഹിച്ചുകൂടാത്ത ഒരു കാലഘട്ടമായിരിക്കും മഹോദ്രവകാലം. പ്രിയരെ, ഇങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ നമ്മൾ അകപ്പെട്ടു പോകാതെ കർത്താവ് യേശുവിനെ ജീവന് തുല്യമായി സ്നേഹിച്ച് യേശുവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് മാനസാന്തരപ്പെട്ട് പരിശുദ്ധ സ്നാനം സ്വീകരിച്ച് ആത്മാവിലും സത്യത്തിലും വേർപെട്ട് തിരുഗ്രന്ഥത്തിൽ എന്ത് പറയുന്നു അപ്രകാരം വിശുദ്ധിയോടെ വേർപെട്ട് ജീവിക്കുകയാണെങ്കിൽ നിശ്ചയമായി യേശു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ആ പ്രത്യാശയേറിയ മണിയറയിലേക്ക് നമുക്ക് പ്രവേശിക്കാനിടയിത്തീരും. അല്ലാന്ന് വരികിൽ നിശ്ചയമായും ഈ മഹോദ്രവകാലത്തിൽ നമ്മൾ അകപ്പെട്ടു പോകും. വളരെയേറെ കഷ്ടതകളും വേദനകളും അനുഭവിക്കേണ്ടി വരും. അനന്തരം ലഭിക്കുന്നത് നരകാഗ്നിയിലേക്കാണ് പോകേണ്ടി വരുന്നത്. അങ്ങനെയുള്ളൊരു ദുർവിധി നമുക്ക് ആർക്കും വരാതിരിക്കട്ടെ. എല്ലാവരും യേശു കർത്താവിനെ സ്വീകരിച്ച് ആ വചനാധിഷ്ഠിതമായി ജീവിക്കുവാൻ ഈ നിമിഷം തന്നെ നിങ്ങളുടെ ജീവിതത്തെ യേശുവിനായി സമർപ്പിക്കുക. എല്ലാവർക്കും നല്ലത് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളുടെ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.